പാചകം അറിയാം, പക്ഷെ വീട്ടിൽ പരീക്ഷിക്കാൻ ഭാര്യമാരെ സമ്മതിക്കില്ല. അവര് തന്നെ കൈകാര്യം ചെയ്തോളാം. പരീക്ഷണത്തിന് പാത്രങ്ങളാണ്. പിന്നെ ഞാൻ നേരത്തെ വന്നിട്ട് ഈ നമ്മള് പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടേ വസ്ത്രങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ കുഞ്ഞുനാളില് ഡ്രസ്സ് എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ വൈറ്റ് ആണല്ലോ, ഇതിൽ വലിയ ചൂസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഈ പൊതുവെ ആരാണ് ഈ പെരുന്നാളിന് വസ്ത്രങ്ങളൊക്കെ, ഭാര്യമാരാണോ വസ്ത്രങ്ങളൊക്കെ എടുത്തു തരിക? അതൊരു സുഖമല്ലേ ഒരാളുടെ അടുത്തൊരു അല്ലേ? അങ്ങനെയുണ്ടോ? കിട്ടാറുണ്ട്. അത് അവരാണ് കുട്ടികളെ കൂടെ ഒക്കെ ഡ്രസ്സ് അപ്പൊ പോകുമ്പോ നമുക്കും ഒന്നിച്ചെടുക്കും. സെലക്ഷന്റെ ആവശ്യമില്ല, സെലക്ഷൻ ഒന്നും ആവശ്യമില്ലല്ലോ, ഒരു വൈറ്റ് എടുത്തത്. പക്ഷെ എനിക്കൊന്ന് മുൻവറിൽ തങ്ങളൊക്കെ ഈ പൊതുവേദിയിലല്ലാത്ത സമയത്ത് വൈറ്റ് ഇപ്പൊ സാധാരണ ഞാൻ കളറൊക്കെ ഇടാറുണ്ട്, പിന്നെ യാദൃശ്ചികമായിട്ടോ എല്ലാവരും വൈറ്റ് ആയി പോയത്. റഷീദിൽ തങ്ങൾ ഇത് തന്നെയാണോ ഫുൾ ടൈം വേഷം? അധികവും 80%. അപ്പൊ എന്തെങ്കിലും ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തങ്ങൾക്ക് നിർബന്ധമുണ്ടോ? എന്റെ ചെറുപ്പകാലത്തൊക്കെ പെരുന്നാളിനിപ്പോ അന്ന് ഇന്നത്തെ പോലെ വിഭവങ്ങൾ എല്ലാം ഉണ്ടാവില്ല. അന്നിപ്പോ തേങ്ങാച്ചോറ്, ബീഫ് കറി അങ്ങനെ ഉണ്ടാവുക. അന്ന് അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ വലിപ്പം വെക്കുന്നതിനനുസരിച്ച് പിന്നെ മാറി, ഇപ്പൊ കാലൊക്കെ മാറി, വിഭവ സമൃദ്ധമായിട്ട്. പിന്നെ ഞങ്ങള് തങ്ങന്മാരുള്ളത് അവർക്ക് ഈ വടക്കൻ കേരളവുമായിട്ട് ബന്ധമാണ്. കോഴിക്കോട് പറഞ്ഞ മലബാറിലെ ഏതൊരു ഭക്ഷണത്തിന്റെ കേന്ദ്രമാണല്ലോ അവിടെയൊക്കെ. അപ്പൊ ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട് കുടുംബപരമായിട്ട് തന്നെ. അപ്പോൾ മറ്റു വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും. അത് തിന്നാലും ബാക്കിയുള്ള നമ്മളെ ആൾക്കാർക്ക് വലിയ താല്പര്യമാണ്. തങ്ങന്മാരെ കടി കിട്ടും, തങ്ങന്മാരെ ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വരും. അപ്പം എല്ലാവരും പങ്കുവെച്ച് കഴിക്കുന്നതാണ്. പ്രത്യേക ഭക്ഷണമൊന്നുമില്ല, എല്ലാ ഭക്ഷണവും എല്ലാവർക്കും ഇഷ്ടമാണ്. പെരുന്നാട് പ്രത്യേകിച്ച് എല്ലാം ഉണ്ടാക്കും, കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ തങ്ങന്മാർക്ക് ആർക്കെങ്കിലും ഭക്ഷണം പാചകം ചെയ്യുന്നതിന് താല്പര്യമുണ്ടോന്ന് ജെൻസി കുട്ടികൾക്ക് അറിയും. അവരിപ്പോ സ്വന്തമായിട്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ അവരെ പാചകം ചെയ്ത് പഠിച്ചില്ല ആ ഒരു അവസ്ഥയിലാണ് വരുന്നത്. അപ്പൊ അവരിവിടെ പരീക്ഷിക്കും. പാചക പരീക്ഷണം ഉണ്ട്. അത് കഴിച്ച് നമ്മൾ ഞെട്ടിപ്പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ വീട്ടിൽ പാചകം ചെയ്യില്ല, പുറത്തൊരു ഹോസ്റ്റലിലൊക്കെ നോക്കുമ്പോൾ അവിടുന്ന് പാചകം അറിയാം, പക്ഷെ വീട്ടിൽ പരീക്ഷിക്കാൻ ഭാര്യമാരെ സമ്മതിക്കില്ല. അവര് തന്നെ കൈകാര്യം ചെയ്തോളാം. പരീക്ഷണത്തിന് പാത്രങ്ങളാണ്. അത് ശരി.